എന്താണ് ക്രിസ്ത്യാനികൾ ഞായറാഴ്ച രാവിലെ ദൈവത്തെ ആരാധിക്കുന്നത്, പള്ളിയിൽ പോകുന്നത്, സഭകളിൽ പോകുന്നത്? മറ്റ് ദിവസങ്ങൾ എന്തുകൊണ്ടവർ ദൈവത്തെ ആരാധിക്കാനായി പോകുന്നില്ല? ഞായറാഴ്ച രാവിലെ ഉള്ള ആരാധന, ഞായറാഴ്ച രാവിലെയുള്ള മറ്റ് സഭകളുടെ കുർബാന എന്തുകൊണ്ടാണ് ഞായറാഴ്ച എന്ന ദിവസം തിരഞ്ഞെടുത്തത്? ഈ ചോദ്യം ക്രിസ്ത്യാനികൾ തന്നെ ഒരു വിഭാഗവും മറ്റു സമുദായങ്ങളുള്ളവരും ഉള്ളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ന് അറിയാം. എന്താണ് ഇതിനുത്തരം? എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞായറാഴ്ച ക്രൈസ്തവർ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രൈസ്തവരിൽ തന്നെ ചെറിയ ഒരു സംഖ്യ ശനിയാഴ്ചയാണ് ക്രിസ്തുവിനെ ആരാധിക്കുന്നത്. അതായത് ശാബത്തുകാർ എന്ന് പറയുന്ന സെവൻത് ഡേ അഡ്വെൻറ്റിസ്റ്റ് വിഭാഗം. അവർ ശനിയാഴ്ച ദിവസമാണ് കർത്തൃദിവസമായി ആരാധിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ക്രൈസ്തവ സഭകളും ഞായറാഴ്ച വിശുദ്ധ ദിവസമായി ആചരിക്കുകയും അന്ന് രാവിലെ പള്ളിയിൽ പോവുകയും അല്ലെങ്കിൽ സഭകളിൽ പോവുകയും ചെയ്യുന്നു. പാശ്ചാത്യ കലണ്ടറിൽ ലത്തീൻ പദമായ ഡൊമിനിക്ക എന്ന് പറയുന്ന ഞായറാഴ്ച സൂര്യദിനം എന്നറിയപ്പെടുന്നു, സൺഡേ. മറ്റു പല ഭാഷകളിലും സൂര്യനോട് ബന്ധപ്പെട്ട പേരിലാണ് ഈ ദിനത്തെ പ്രയോഗിച്ചു വരുന്നത്. ബൈബിളിൽ നീതിസൂര്യൻ്റെ ദിനമായി, അതായത് ക്രിസ്തുവിൻ്റെ ദിനമായി പറയുന്നു. മലാക്കി 4-ാം അധ്യായം 2-ാം വാക്യം. വെളിപ്പാട് 1-ാം അധ്യായം 10-ാം വാക്യം അതിൽ കർത്തൃദിനമായും പറയുന്നുണ്ട്. വിശുദ്ധ പൗലോസും ത്രോവാസിലെ ക്രിസ്ത്യാനികളും ആഴ്ചയുടെ 1-ാം ദിവസം അപ്പം നുറുക്കുവാൻ കൂടി. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 7-ാം വാക്യം. പുതിയ നിയമകാലത്താണ് ഞായറാഴ്ച വിശ്രമദിനമായി ആഘോഷിച്ചു തുടങ്ങിയത്. ആദിമസഭാപിതാവായ വിശുദ്ധ ഇഗ്നാത്യോസ് പറയുന്നത് ഞായറാഴ്ച ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ആഘോഷിക്കുന്നതിനാണെന്നാണ്. അന്ന് സന്തോഷത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും ദിനമാണെന്നാണ്. ശാബത്ത് മാറ്റി പകരം ഞായറാഴ്ചയാക്കിയതിന് ഇതാണ് കാരണമെന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു. വിശുദ്ധ ഇസിഡോർ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് ലഭിച്ച ദിവസമായാണ്, അതുകൊണ്ടാവാം ഞായറാഴ്ച പിന്നീട് വിശുദ്ധ ദിവസമായി തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് അദ്ദേഹം പറയുന്നു. വിശുദ്ധ ജസ്റ്റിൻ സൃഷ്ടിപ്പിൻ്റെ ആദ്യ ദിനമായും അഭിപ്രായപ്പെടുന്നുണ്ട്. AD 306 ഞായറാഴ്ച ദിനം പൂർണ്ണ വിശ്രമ ദിനമായി സിവിൽ പരമായും സഭാപരമായും അംഗീകരിച്ചത്. ആ വർഷം കൂടിയ എൽവിര കൗൺസിലിലും 380 ലാവോഡേഷൻ കൗൺസിലിലും ഞായറാഴ്ച വിശ്രമദിനമാക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. പിന്നീട് മറ്റ് ക്രൈസ്തവ സഭകളും ഈ വഴിയെ നീങ്ങി എന്നാണ് ചരിത്രം പറയുന്നത്. ഇന്ന് ഞായറാഴ്ച രാവിലെ ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോകുന്നു, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കാനായി സഭകളിൽ കടന്നു പോകുന്നു എന്നത് ഒരു അതിശയോക്തിയല്ല. അന്ന് ഞായറാഴ്ച പള്ളിയിൽ പോകാത്തവരെ നോക്കി ജനം നിൽക്കുന്ന ഒരവസ്ഥ ഇല്ലേ? മറ്റ് സമുദായക്കാർ നിൽക്കുന്ന ഒരവസ്ഥയില്ലേ? ഞായറാഴ്ച യഥാർത്ഥത്തിൽ പണ്ടുള്ള ക്രിസ്ത്യാനികൾ പരിപൂർണമായി വിശ്രമത്തിലായിരുന്നു. ഇന്ന് ഞായറാഴ്ചയും തുറക്കുന്ന കടകൾ സമൂഹത്തിലുണ്ട്. അവരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രധാന കാര്യമായി അവർ കണക്ക് കൂട്ടുന്നില്ല എന്ന് വേണം കരുതാൻ. പരിപൂർണമായ വിശ്രമ ദിനമാണ് ഞായറാഴ്ച, അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധ ദിവസമായി കരുതുന്ന ആ ദിവസം. അന്ന് ദൈവത്തിന് വേണ്ടി ദൈവത്തെ ആരാധിക്കാനായി ഉപയോഗിക്കേണ്ട ദിവസവുമാണത്. ആദ്യകാലങ്ങളിൽ അത്തരം ഒരു കീഴ്വഴക്കം ക്രൈസ്തവ സഭകളിൽ ഉണ്ടായിരുന്നു എന്ന് ഓർപ്പിക്കുന്നു. ശനിയാഴ്ച ദിവസം ശബത്തായി ആചരിക്കുന്ന സെവൻത് ഡേ അഡ്വെൻറ്റിസ്റ്റ് സഭകൾ ഈ ഞായറാഴ്ച ആരാധനയ്ക്കെതിരെ പറയുന്ന ന്യായങ്ങൾ ഇതൊക്കെയാണ്. പുതിയ നിയമസഭയുടെ അളവുകോലും ദൈവത്തിൻ്റെ കൽപ്പനയാണ്. റോമർ 7-ാം അധ്യായം 22-ാം വാക്യം. മശിഹയുടെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരും ജാതികളുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന പൗലോസും കൽപ്പന അനുസരിക്കുന്നവരും വിശേഷിച്ച് പതിവ് പോലെ ശബ്ബത്ത് ദിവസത്തിൽ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നവരും ആയിരുന്നു. വിശുദ്ധ ആരാധന ദിവസമായ ശബ്ബത്ത് ദിനത്തെ മാറ്റിയതായി ബൈബിളിൽ ഒരിടത്തുമില്ല.
പക്ഷേ കാലക്രമേണ സാത്താൻ തൻ്റെ അനുയായികളിൽ സത്യസഭയ്ക്ക് തുരങ്കം വയ്ക്കുന്നതായ നിയമങ്ങൾ കൊണ്ടുവന്നു. ആത്മാവിൻ്റെ നിത്യത, വിശുദ്ധന്മാരെ ആരാധിക്കുക, ശുദ്ധീകരണ സ്ഥലം, ഞായറാഴ്ച വിശുദ്ധ ദിവസമാക്കിയത് തുടങ്ങിയ അനാചാരങ്ങൾ സഭയ്ക്കകത്ത് കടന്നു. കാലാന്തരങ്ങൾ കൊണ്ട് സഭയ്ക്കുള്ളിലേക്ക് നുഴഞ്ഞുകയറിയ അനാചാരങ്ങളെ എതിർത്തുകൊണ്ട് ദൈവത്തിൻ്റെ സത്യവെളിച്ചം കൈക്കൊള്ളുന്നവർ സഭയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അവരാണ് സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് സഭക്കാർ. കേരളത്തിൽ ശബ്ബത്ത് ആചരിക്കണം എന്ന സത്യം പഠിപ്പിച്ചത് സെൻറ് തോമസ് ആയിരുന്നു. യേശുവിൻ്റെ ശിഷ്യനായ സെൻറ് തോമസ് തന്നെയാണ് ആ സത്യം ഇവിടെ പ്രചരിപ്പിച്ചതെന്ന് അവർ അവകാശപ്പെടുന്നു. ആ സത്യത്തിന് 16-ാം നൂറ്റാണ്ടിൽ ഉദയംപേരൂർ സുന്നഹദോസിൽ വെച്ച് മാറ്റം വന്നു. ഫാദർ മെനസിൻ്റെ സ്വാധീനത്താൽ കേരളത്തിലെ ക്രിസ്തീയ സഭയുടെ പല അനുഷ്ഠാനങ്ങളിലുമുണ്ടായ മാറ്റങ്ങളിൽ ഒന്നായിരിക്കണം ശബ്ബത്ത് എന്ന ശനിയാഴ്ചയ്ക്ക് പകരം ഞായറാഴ്ച എന്ന ഉയർപ്പിൻ നാളിനെ വിശുദ്ധ ദിവസമാക്കിയത്. അങ്ങനെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ആരാധന തുടങ്ങി. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.